ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ സുരേഷ് ഗോപിയോടൊപ്പം അഹിന്ദുവും കയറിയതായി പരാതി. ക്ഷേത്രാചാരങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ളതും അഹിന്ദുക്കൾക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുള്ളതുമായ ക്ഷേത്രമാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം. ക്ഷേത്രത്തിലെ തെക്കേ ഊട്ടുപുരയിൽ വിഷുത്തലേന്ന് അമ്പലവാസികൾക്കായി നടത്തുന്ന താമരക്കഞ്ഞി വഴിപാടിനിടയിലാണ് സുരേഷ് ഗോപിയും ഒരു സംഘം നേതാക്കളും ഇവിടേക്ക് എത്തിയത് എന്നും ഇദ്ദേഹത്തോടൊപ്പം അഹിന്ദുവും BJP ന്യൂനപക്ഷ മോർച്ച നേതാവുമായ ഇരിങ്ങാലക്കുട സ്വദേശി ലിഷേൺ ജോസ് കട്ട്ലയും ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ഉൾപ്പെടുന്ന ഊട്ടുപുരയിലേക്ക് കയറി എന്നാണ് ചാലക്കുടി സ്വദേശിയായ പാറയ്ക്കൽ KP ശ്രീകുമാരൻ ഉണ്ണി എന്നയാൾ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ഇരിങ്ങാലക്കുടയിലെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളിൽ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെട്ടിരുന്നതായും ക്ഷേത്രത്തിലെ തന്ത്രിമാർ ഇക്കാര്യം നേരിട്ട് അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ ഇവരെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിക്കാനും വേണ്ട പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നും ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് കയറിയ ലിഷോൺ ജോസ് കാട്ട്ലയ്ക്കെതിരെയും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന സുരേഷ് ഗോപിക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നും പരിഹാരക്രിയകൾക്കാവശ്യമായ നഷ്ടപരിഹാരം ഈടാക്കുവാനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. വിഷയത്തിൽ ലഭിച്ച പരാതി ക്ഷേത്രം തന്ത്രികൾക്ക് കൈമാറിയിട്ടുണ്ടെന്നും അവർ നിർദ്ദേശിക്കുന്ന മുറയ്ക്ക് പരിഹാരക്രിയകൾ നടത്തുമെന്നും അതിനുശേഷം ദേവസ്വം കമ്മിറ്റി കൂടി മറ്റു കാര്യങ്ങൾ തീരുമാനമെടുക്കുമെന്നും ദേവസ്വം ചെയർമാൻ KA ഗോപി അറിയിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സണായ അഹിന്ദു കൂടിയായ സ്ത്രീ കയറിയതിനെ തുടർന്ന് ഇത്തരത്തിൽ പരിഹാരക്രിയകൾ നടത്തിയിരുന്നു.